Hi students, all of you welcome. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടായ മീറ്റർ ബ്രിഡ്ജ് എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ ബ്രിഡ്ജിൻ്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് അതിനും വരുന്നത്. അതായത് നമ്മൾ മീറ്റർ ബ്രിഡ്ജിന് പറഞ്ഞിരുന്നു, 1 മീറ്റർ നീളമുള്ള ഒരു വയറ് ഒരു വുഡൻ ബോർഡിൽ AB എന്ന 2 സ്ക്രൂകൾക്കിടയിൽ ഫിറ്റ് ചെയ്തതാണ്. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AB എന്ന ഒരു സ്ക്രൂവിൻ്റെ ഇടയിൽ ഒരു വുഡൻ ബോർഡിൽ ഏകദേശം ഒരു 6 മീറ്റർ അല്ലെങ്കിൽ ഒരു 10 മീറ്റർ ലെങ്ത്തുള്ള വയറ് ഓരോ മീറ്റർ ഭാഗങ്ങളാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും പൊട്ടൻഷ്യോമീറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അതായത് 1 മീറ്റർ ഇവിടെ നിന്ന് വരെ 1 മീറ്റർ, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 മീറ്റർ, പിന്നെ 3, 4, 5, 6. അപ്പോൾ AB ഇങ്ങനെയുള്ള ഈ സ്ക്രൂവിൻ്റെ ഇടയിൽ ഏകദേശം 6 മീറ്ററോളം ലെങ്ത്തുള്ള വയർ ആണ് സാധാരണ നമ്മുടെ ലബോറട്ടറികളിലൊക്കെ കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വുഡൻ ബോർഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് നമ്മൾ ആദ്യം പൊട്ടൻഷ്യോമീറ്ററുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾക്കറിയാം മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദി അൺനോൺ റെസിസ്റ്റൻസ്. നമ്മൾക്ക് അറിയാത്ത റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്തിരുന്നത്. എന്നാൽ പൊട്ടൻഷ്യോമീറ്ററിന് 2 അപ്ലിക്കേഷൻസ് ഉള്ളത്, 2 യൂസുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ്. 2 സെല്ലുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ EMF എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 2 സെല്ലുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ EMF എങ്ങനെ കമ്പയർ ചെയ്യാം. അതായത് ഒരു സെല്ലിൻ്റെ EMF നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ ഒരു മെത്തേഡാണ് ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ്. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് ടു മെഷർ ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. നമ്മൾക്കറിയാം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ മുൻപ് ഒരു ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ 2 അപ്ലിക്കേഷനാണ് ഇതിന് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഒന്നാമത്തെ അപ്ലിക്കേഷനായ ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ് എന്നുള്ള ആ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മൾക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ചിലപ്പോൾ എക്സാമിന് പ്രിൻസിപ്പിൾ മാത്രം ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. വെൻ സ്റ്റഡി കറൻറ്റ് ഫ്ലോസ് ത്രൂ എ വയർ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻ്റ് ഓഫ് വയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് വയർ. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വയറിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും എന്നാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. അതായത് ഒരു സ്റ്റഡി കറൻറ്റ് അതായത് ഒരു ബാറ്ററിയിൽ നിന്നുള്ള കറണ്ടൊക്കെ സ്റ്റഡി കറണ്ടാണ് അല്ലേ. ഇങ്ങനെയുള്ളൊരു സ്റ്റഡി കറൻറ്റ് ഒരു വയറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ വയറിലെ 2 പോയിൻ്റ് എടുക്കുകയാണ്. ആ 2 പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ 2 പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിരിക്കും. അതായത് നമ്മൾക്ക് എന്ത് പറയാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ, അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒന്നാമത്തെ അപ്ലിക്കേഷനായ ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കിതാ ഇവിടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഞാൻ ഈ സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുള്ളത്. അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ AB എന്നുള്ള സ്ക്രൂകൾക്കിടയിലാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വയർ വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇതുമായിട്ട് പൊട്ടൻഷ്യോമീറ്റർ A എന്നുള്ള പോയിന്റിൽ നിന്ന് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്വിച്ച് അല്ലെങ്കിൽ കീയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും Aയിൽ നിന്ന് നമ്മൾ 2 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് E1 അതുപോലെ E2, ഇങ്ങനെ 2 സെല്ലുകൾ. ഒന്നാമത്തെ സെല്ലിൻ്റെ EMF E1ഉം രണ്ടാമത്തെ സെല്ലിൻ്റെ EMF E2. ഇത് നമ്മളൊരു കീയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ K1 K2ൻ്റെ 2 കീ ഉണ്ട്. ഓക്കെ, അപ്പോൾ K1 എന്നുള്ള ഈ കീ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ E1 എന്നുള്ള സെല്ല് ഇതുമായിട്ട് കണക്റ്റ് ആവും. അതായത് ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഈ സർക്യൂട്ടുമായിട്ട് കണക്റ്റ് ആവും. അതായത് ഇവിടെ
നിങ്ങൾക്ക് കാണാം ഈ സെൻട്രൽ നിന്ന് ഒരു ഗാൽവനോമീറ്ററും അതുപോലെ ഇത് നമ്മൾ മുൻപ് മീറ്റർ ബ്രിഡ്ജിൽ പഠിച്ചിട്ടുണ്ട് ജോക്കി. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് കണക്റ്റ് ആവുന്നത് K1 പ്ലഗ് ചെയ്താൽ E1 ആയിരിക്കും. ഇനി K1 ഊരി എടുത്തിട്ട് നമ്മൾ K2 ആണ് പ്ലഗ് ചെയ്യുന്നത് കരുതുക. അപ്പോൾ E2 എന്നുള്ള സെല്ല് കണക്റ്റ് ആവും. ഒരു സമയത്ത് നമ്മൾ ഒരു സെല്ല് മാത്രമേ കണക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൽ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ഇവിടെ ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കാൻ ജോക്കി നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കും. അപ്പോൾ 0 ഡിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ ആ ലെങ്ത് എത്രയാണോ അത് മെഷർ ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജിലും ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ E1 എന്നുള്ള സെല്ല് ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ നമ്മളതിന് ചെയ്യേണ്ടത് K1 എന്നുള്ള കീ ആണ് പ്ലഗ് ചെയ്യേണ്ടത്. പ്ലഗ് K1 പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ E1 എന്നുള്ള സെല്ല് ഈ സർക്യൂട്ടുമായി കണക്റ്റായി. നമ്മൾക്കറിയാം, നമ്മൾ മീറ്റർ ബ്രിഡ്ജിൽ പഠിച്ചതാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജോക്കി എയിൽ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ജോക്കി ബിയിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് ഗാൽവനോമീറ്ററിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് റെഡിയാണ്. എന്നിട്ട് നമ്മൾ എയിൽ നിന്ന് ജോക്കി ഇങ്ങനെ സാവധാനം മൂവ് ചെയ്യിക്കുക. മൂവ് ചെയ്യിക്കുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിന് 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ബാലൻസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു ലെങ്ത്ത് കിട്ടും. ആ ലെങ്ത്ത് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചതാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ഞാൻ ഇതാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് E1 എന്ന് കൊടുക്കണം. ഒന്നാമത്തെ സെല്ലിൻ്റെ EMF E1 ദാറ്റ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്മൾക്കിവിടെ കിട്ടിയ ലെങ്ത്ത് L1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. EMF ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്ത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് ഇതേപോലെ തന്നെ പ്ലഗ് കീ K2, അതായത് K1 എന്നുള്ള ഇവിടെ നമ്മൾ പ്ലഗ് ചെയ്യുന്ന കീ എടുത്തതിന് ശേഷം K2 പ്ലഗ് ചെയ്യുക. അപ്പോൾ നമ്മുടെ E2 എന്നുള്ള സെല്ല് കണക്റ്റായി. നേരത്തെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഗാൽവനോമീറ്റർ കണക്ട് ചെയ്ത ജോക്കി എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കുമ്പോൾ നമ്മൾക്ക് 0 ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്ററിൽ കിട്ടുന്ന ഒരു ലെങ്ത്ത് കിട്ടും. അതിനെ L2 എന്നെടുക്കുക. അതാണ് രണ്ടാമത്തെ സെല്ലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതായത് രണ്ടാമത്തെ സെല്ലുമായി ബന്ധപ്പെട്ട് E2 പ്രൊപ്പോർഷണൽ ടു രണ്ടാമത്തെ ലെങ്ത്ത് L2. ഇങ്ങനെ നമ്മൾ രണ്ട് ബാലൻസ്ഡ് ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? E1 ഡിവൈഡഡ് ബൈ E2, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ E1 ഡിവൈഡഡ് ബൈ E2 ഈക്വൽ ടു നമ്മൾക്ക് എന്ത് എഴുതാം? റൈറ്റ് ഹാൻഡ് സൈഡിൽ L1 ഡിവൈഡഡ് ബൈ L2. ഇതാണ് രണ്ട് സെല്ലുകളുടെ EMF കമ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇപ്പോൾ നമ്മൾക്ക് L1ഉം L2ഉം E2ഉം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ E1 കണ്ടുപിടിക്കാം. നേരെ തിരിച്ച് L2 കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3 എണ്ണം തന്നിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അപ്ലിക്കേഷൻ, അതായത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒന്നാമത്തെ അപ്ലിക്കേഷനാണ് ടു കമ്പയർ ദി EMF ഓഫ് 2 സെൽസ്. അതിൻ്റെ ഇക്വേഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ് ടു മെഷർ ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച അതേ ഫിഗറാണ് ഇവിടെ ഉള്ളത്. അതിലൊരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. നമ്മൾ നേരത്തെ രണ്ട് സെല്ലിൻ്റെ EMF ആണ് കമ്പയർ ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ഇവിടെ ചെറിയ മാറ്റം വരുത്തുകയാണ്. നമ്മുടെ ഫിഗറിൽ ഇവിടെ ഒരൊറ്റ സെല്ല് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരൊറ്റ സെല്ല് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഈ സെല്ലിൻ്റെ EMF E എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഈ സെല്ലിന് അക്രോസ് ആയിട്ട് ഒരു കീയും അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ബോക്സ്, ആ റെസിസ്റ്റൻസ് ബോക്സിൻ്റെ റെസിസ്റ്റൻസ് R എന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത്. ചെറിയ മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അതായത് ഈ കീനെ K1 എന്ന് കൊടുത്തു, ഇതിനെ K2 എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട സെല്ല് അതിൻ്റെ EMF E എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സെല്ല് ഓൾറെഡി ഇവിടെ ഉള്ളതാണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സർക്യൂട്ടിൽ വരുന്നതാണ്. നമ്മൾക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട സെല്ല് അതിൻ്റെ EMF E എന്ന് കൊടുത്തു. അതിനോട് നേരെ ക്രോസ് ആയിട്ട് എന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളൊരു
കീയും അതുപോലെ ഒരു റെസിസ്റ്റൻസ് ബോക്സും നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ 2 ഘട്ടങ്ങളായിട്ടാണ് ആദ്യം ചെയ്യുക. ഒന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് K2 ഓപ്പൺ ആക്കിയിടും. K1 എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്യണം. K1 ക്ലോസ് ചെയ്യുക, അതുപോലെ K2 ഓപ്പൺ ആക്കിയിടുക. K2 ഓപ്പൺ ആക്കിയിട്ടാൽ ഈ റെസിസ്റ്റൻസ് ബോക്സ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണിത്. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഇതുമായി കണക്റ്റ് ആയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സമയത്ത് ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ EMF എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട നേരത്തെ ചെയ്ത അതേപോലെ തന്നെ മൂവ് ദി ജോക്കി ഫ്രം A to B along with the പൊട്ടൻഷ്യോമീറ്റർ വയർ. ഈ ജോക്കി നമ്മൾ എന്ത് ചെയ്യുക, ഈ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ മൂവ് ചെയ്യിക്കുക. അപ്പോൾ 0 ഡിഫ്ലക്ഷൻ കിട്ടുമ്പോൾ നമ്മൾക്ക് ഈ സെല്ലിൻ്റെ EMF ഈ പ്രപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത്ത്, നമുക്കിവിടെ കിട്ടുന്ന ലെങ്ത്തിന് പ്രപ്പോർഷണലായിരിക്കും എന്ന് പറയാം. നമ്മുടെ മീറ്റർ ബ്രിഡ്ജിൻ്റെ അതേ പ്രൊസീജിയർ. ഇനി അതുപോലെ തന്നെ അടുത്തത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ K1 ഓൾറെഡി ക്ലോസ്ഡ് ആണ്, K2 കൂടി ക്ലോസ് ചെയ്യാണ്. അതായത് K1 ആൻഡ് K2 ക്ലോസ്, രണ്ടും ക്ലോസ് ചെയ്യുക. K1ഉം K2ഉം ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്തായി, K2 ക്ലോസ് ചെയ്താൽ ഈ സെല്ലുമായിട്ട് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് വന്നു. നമ്മൾക്കറിയാം, ഒരു സെല്ലിൽ നിന്ന് കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മൾ മുൻപ് പഠിച്ചാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMFും. EMF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടെർമിനൽസ് ഓഫ് എ സെൽ വെൻ ദി സെൽ ഈസ് നോട്ട് സെൻഡിങ് എ കറണ്ട്. ഈ സെല്ല് ഇതാ ഇവിടേക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ ഒരു കറണ്ട് സെൻഡ് ചെയ്യാത്ത സമയത്ത് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മളിവിടെ എഴുതിയത്. അതാണ് EMF ഈ പ്രൊപ്പോർഷണൽ ടു L. ഇനി ഈ K2 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ഈ ലെങ്ത്തിന് ഞാൻ L1 എന്ന് കൊടുത്തു. ഇനി അടുത്തത് K2 ക്ലോസ് ചെയ്തതിനു ശേഷം ജോക്കി നമ്മൾ ഇതിലൂടെ മൂവ് ചെയ്യിക്കുമ്പോഴുള്ള ആ ബാലൻസിങ് ലെങ്ത്തിനെ നമ്മൾ L2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു L2. അപ്പോൾ K2 എന്നുള്ള കീ ഓപ്പൺ ചെയ്യുമ്പോഴുള്ളതാണ് ഇത്, K2 എന്നുള്ള കീ ക്ലോസ് ചെയ്യുമ്പോഴുള്ളതാണ് ഈ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ E ഡിവൈഡഡ് ബൈ V, ഈ ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ E ഡിവൈഡഡ് ബൈ V ഈക്വൽ ടു L1 ബൈ L2. ഇങ്ങനെ നമ്മൾക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ മുൻപ് പഠിച്ച ആ ടോപ്പിക്കൊന്ന് നിങ്ങൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, EMF ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? വി ഹാവ് I ഈക്വൽ ടു V ഇൻറ്റു R അല്ലേ? ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ് V ഈക്വൽ ടു അല്ലേ, വി ഹാവ് I ഈക്വൽ ടു എന്താണ്? I ഈക്വൽ ടു V ബൈ R ആണ് അല്ലേ? I ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എഴുതേണ്ടത്, നമ്മൾ മുൻപ് പഠിച്ച ആ ടോപ്പിക്കിൽ നിന്ന് എഴുതേണ്ടത് V ഈക്വൽ ടു, അക്കോർഡിംഗ് ടു ഹോംസ് ലോ നമ്മൾ പഠിച്ചാണ് V ഈക്വൽ ടു I ഇൻറ്റു R. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻഡ് E ഈക്വൽ ടു I ഇൻറ്റു R പ്ലസ് R, ഇങ്ങനെ ഒരു ഇക്വേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ നമ്മുടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒക്കെ അതുപോലെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചതാണ്. ഇതിൽ നിന്ന് നമ്മൾക്ക് ഇതേപോലെ E ബൈ V, E ഡിവൈഡഡ് ബൈ V ഈക്വൽ ടു നമ്മൾക്ക് എന്ത് എഴുതാം? E എന്ന് പറഞ്ഞാൽ എന്താണ്? I ഇൻറ്റു R പ്ലസ് R ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം? I ഇൻറ്റു R അല്ലേ? അതായത് E ബൈ V. ഓക്കെ, ഇതാ E ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ E ഡിവൈഡഡ് ബൈ V എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് എഴുതാം? I ഇൻറ്റു R പ്ലസ് R ഡിവൈഡഡ് ബൈ I ഇൻറ്റു R. ഐയും നമ്മൾക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? E ബൈ V ഈക്വൽ ടു R പ്ലസ് R ഡിവൈഡഡ് ബൈ R. ഇവിടെ ഈ R എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്, ക്യാപിറ്റൽ R. സ്മോൾ r എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ
2 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ 2 ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫിഗർ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റായി പഠിച്ച് വെക്കുക. എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ ഫിഗർ മാത്രവും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ബാക്കി എഴുതുന്നത് നമ്മുടെ 2 ഇക്വേഷൻ നമ്പർ 1 അതുപോലെ ഇക്വേഷൻ നമ്പർ 2, ഈ 2 ഇക്വേഷൻ നമ്മൾക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇക്വേഷൻ നമ്പർ കമ്പയർ ചെയ്യാം അല്ലേ. ഇക്വേഷൻ 1ഉം 2 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫ്രം 1 and 2, ഇക്വേഷൻ നമ്പർ 1ൽ നിന്നും 2ൽ നിന്നും നമ്മൾക്ക് എന്ത് എഴുതാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് E/V രണ്ട് സെയിം ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണെന്ന് എഴുതാം. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ R+R ഡിവൈഡഡ് ബൈ R ഈക്വൽ ടു ഇവിടെ എന്താണ് L1 ഡിവൈഡഡ് ബൈ L2 ഇങ്ങനെ എഴുതി. ഇനി ഞാനിവിടുന്ന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് അതായത് സ്മോൾ ആറിൻ്റെ ഒരു ഇക്വേഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് നോക്കുക. ആദ്യം ഞാൻ R+R ഈക്വൽ ടു ഈ R നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്താം? R ഇൻറ്റു L1 ബൈ L2. ഓക്കെ, ഇനി നമ്മൾക്ക് ആറാണ് കിട്ടേണ്ടത്. സ്മോൾ ലെറ്റർ R ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ ആറിന് ഇപ്പുറം കൊണ്ടുവരും. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി R ഇൻറ്റു L1 ബൈ L2 ഉണ്ട്. ഈ ക്യാപിറ്റൽ ആറിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൈനസ് എന്നായി മാറും, -R. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇക്വേഷൻ ഇതാ. ദെർഫോർ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ഈക്വൽ ടു, ഇവിടെ 2 ടേമിലും R കോമൺ ആണ്. സോ വി ക്യാൻ ടേക്ക് R ഔട്ട് ഓഫ് ദി ബ്രാക്കറ്റ്. അപ്പോൾ ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ടേമിൽ ഇവിടെ എന്താ ഉള്ളത്? L1 ബൈ L2 മൈനസ് ഇവിടെ R പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ 1 ആണ് ബാക്കിയുണ്ടാവുക. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ ടു ഫൈൻഡ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ബൈ യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ 2 ആപ്ലിക്കേഷനാണ് പഠിച്ചു കഴിഞ്ഞത്. ഒന്ന് ടു കമ്പയർ ദി EMFs ഓഫ് 2 സെൽസ്. അവിടെ നമ്മൾ പഠിച്ചു E1 ബൈ E2 ഈക്വൽ ടു L1 ബൈ L2. പിന്നെ നമ്മൾ പഠിച്ചതാണ് എന്ത്? ടു ഫൈൻഡ് ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R, സ്മോൾ r ഈക്വൽ ടു ക്യാപിറ്റൽ R ഇൻറ്റു L1 ബൈ L2 -1.